നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയുള്ളൊരു വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി. ഇത് പ്രേക്ഷകർക്കറിയാം. പ്രേക്ഷകർക്ക് തത്സമയം ഈ പരിപാടിയിൽ പ്രതികരിക്കാനുള്ള അവസരം കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ആശങ്കകൾ, പരാതികൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവെക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. അതിനുള്ള നമ്പർ ഇതാണ്: 0484-28300510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ വാർത്തകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളെ വിളിച്ചറിയിക്കാം. അത് പ്രേക്ഷകർ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. അതുപോലെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുകയാണ്. അതിനുള്ള നമ്പർ ഇതാണ്: 6235968937. ഇനി നമ്മൾ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. മലപ്പുറത്തേക്കാണ്. ആദ്യം മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ 16 മണിക്കൂറിലേറെയായി കിണറ്റിൽ കുടുങ്ങിയ കാട്ടാനയെ ഇന്ന് മയക്കുവെടി വെക്കില്ല. അവശ്യ നിലയിലുള്ള ആനയെ മയക്കുവെടി വെക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് വനവകുപ്പിന്റെ വിലയിരുത്തൽ. ആനയെ സമീപത്തെ കാട്ടിലേക്ക് വിടുന്നതിൽ നാട്ടുകാരുമായി ചർച്ച നടത്തുമെന്ന് DFO P. കാർത്തിക് പറഞ്ഞു. ഇനി അവരെ ജനങ്ങൾ അത് അവരോട് ഡെസിഷൻ എടുത്തിട്ട് ലോക്കലിലുള്ള ആൾക്കാർ എടുത്തിട്ട് പറഞ്ഞാൽ ദെൻ നമുക്ക് അത് മുന്നോട്ട് പോകാനുള്ളതാണ്. അല്ല, അവരുടെ ഡിമാൻഡ് ഇപ്പോൾ ആനയെ ഇവിടെ നിന്ന് വെടിവെച്ച് കൊണ്ടുപോകാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് ആന ഇത്രയും സമയം വന്ന് വെള്ളത്തിലാണ്, പിന്നെ സ്ട്രെസ്സിലുള്ളതായിട്ടാണ് നമുക്ക് ഇത് ഡോക്ടറൊക്കെ നോക്കിയപ്പോൾ എല്ലാവർക്കും വന്ന് മനസ്സിലായത്. ഇപ്പോൾ ആന വന്ന് ക്ഷീണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും ഇത് റെസ്ക്യൂ ചെയ്യാതിരിക്കുന്നത് സിറ്റുവേഷന് ഇറ്റ് വിൽ കോംപ്ലിക്കേറ്റ്. ബട്ട് ഇത് ജനങ്ങളുടെ ഈ ഒരു ഇത് നിൽക്കുമ്പോൾ അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒരു ഡെസിഷൻ എടുക്കാനുള്ളതാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഇപ്പോഴിത് ഏതാണ്ട് 16 മണിക്കൂർ പിന്നിടുന്നു, 17-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ആനയുടെ ആരോഗ്യനില ഓരോ മണിക്കൂറിലും വഷളാവുന്നുണ്ട്, അവശ്യ നിലയിലാവുന്നുണ്ട് ആന. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്താണ് വനംവകുപ്പ് ഏറ്റവും ഒടുവിലായി ആലോചിക്കുന്നത്? ഇനിയിപ്പോൾ രാത്രിയാകാൻ പോകുന്നു, വെളിച്ചക്കുറവ്. എന്താണ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് വിശദീകരിക്കുന്നത്? ശ്രീജിത്ത്, ഇന്ന് തന്നെ ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും ആന കിണറ്റിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിന്റെ ആരോഗ്യസ്ഥിതി, അതിന്റെ ജീവന് തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിലെ ഇപ്പോൾ അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അതിനെ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആന അവശനാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു നിഗമനം ഉള്ളത്. ഒപ്പം തന്നെ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് നിലവിൽ പ്രായോഗികമല്ല എന്നുള്ളതുമാണ് DFO പറയുന്നത്. കാരണം ആന വെള്ളത്തിലാണ് ഉള്ളത്, അതിൽ വെച്ച് മയക്കുവെടി വെക്കുന്നത് സാധിക്കില്ല. പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആരോഗ്യനില വളരെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പുലർച്ചെ 1 മണിക്ക് വീണതാണ്, ഇപ്പോൾ തന്നെ 16 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേ നിലയിൽ ആനയെ നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രയും വേഗം അതിന്റെ നടപടികളിലേക്ക് കടക്കണം. ഇപ്പോൾ 3 കാര്യങ്ങളാണ് വനം വകുപ്പ് നാട്ടുകാരുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ആനയെ കരയ്ക്ക് എത്തിച്ചതിന് ശേഷം അടുത്തുള്ള കാടിലേക്ക് ഇപ്പോൾ താൽക്കാലികമായി അതിനെ വിടുക. നാളെ ഒപ്പം ഒരു 50ഓളം ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇതിന്റെ ഒരു പരിശോധന നടത്തുക. ഈ പരിശോധനയ്ക്ക് ശേഷം നാളെ ആന തിരിച്ചു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. കാരണം ഇപ്പോൾ ആനയുടെ ജീവൻ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയം തന്നെ വിപിൻ സി വിജയന്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം അല്പസമയത്തിനകം ചേരും. മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ 16 മണിക്കൂറിലേറെയായി കിണറ്റിൽ കുടുങ്ങിയ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, കിണറ്റിൽ കുടുങ്ങിയ ആനയെ കരകയറ്റാനുള്ള ശ്രമം സജീവമായി തന്നെ നടക്കുകയാണ്. ഇന്ന് മയക്കുവെടി വെക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരം. അവശ്യ നിലയിലുള്ള ആനയെ മയക്കുവെടി വെക്കുന്നത് പ്രായോഗികമല്ല എന്ന് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ആനയെ സമീപത്തെ കാട്ടിലേക്ക് വിടുന്നതിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ആലോചന നടക്കുന്നു എന്ന വിവരം അറിഞ്ഞതു മുതൽ തന്നെ അവർ പ്രതിഷേധവുമായി എത്തുന്നത്. ഈ ദൗത്യസംഘം ഉപയോഗിക്കാൻ കൊണ്ടുവന്നിരുന്ന മണ്ണുമാന്തി യന്ത്രം തടയുന്നതൊക്കെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, തുടരാം. വിപിൻ,
റിജിത്ത്, ഇപ്പോൾ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കാരണം ഈ DFOയും സബ് കളക്ടറും ഒക്കെയായി നടത്തിയ ചർച്ച ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അത് ഒരു അന്തിമമായിട്ടുള്ള ഒരു സമവായത്തിലേക്ക് ആ ചർച്ച എത്തിയിട്ടില്ല, ഫലപ്രദമായ ഒരു ചർച്ച എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. വനം വകുപ്പ് ഈ നാട്ടുകാർക്ക് മുൻപിൽ 3 കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഈ കിണർ ഇടിച്ച് വയ്ക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ഇതിന്റെ ഉടമയായിട്ടുള്ള സണ്ണിക്ക് പുതിയ കിണർ കുത്തുന്നതിന് വേണ്ടി നൽകുക. മറ്റൊന്നുള്ളത്, ഫെൻസിംഗ് നടപടികൾ നാളെ തന്നെ ആരംഭിക്കുക, അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുക. മറ്റൊന്നുള്ളത്, ആനയെ ഇന്ന് പുറത്തെത്തിച്ച് കിണറ്റിന് പുറത്തെത്തിച്ച് സമീപത്തുള്ള കാട്ടിലേക്ക് വിട്ടതിന് ശേഷം അതിനെ നിരീക്ഷിക്കുക, ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് തന്നെ നിരീക്ഷിക്കുക. നാളെ അതിനെ മയക്കുവെടി വെച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഇങ്ങനെ 3 ഉപാധികളാണ് നാട്ടുകാർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരുടെ പ്രധാന പ്രശ്നം ഈ വനം വകുപ്പിനോടുള്ള ഒരു വിശ്വാസ്യതയാണ്. കാരണം ഇതിനു മുൻപ് ഇപ്പോൾ കൂരാച്ചുണ്ടിൽ ഈ ഫെൻസിംഗിന്റെ നടപടി പറഞ്ഞതാണ്, ഒരാളെ കാട്ടുപത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫെൻസിംഗ് പറഞ്ഞതാണ്. പക്ഷെ അതിലൊന്നും തന്നെ ഒന്നും നടന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ 1.5 ലക്ഷം രൂപ കിണറിന്റെ ഉടമയ്ക്ക് നൽകാമെന്ന് പറയുന്നു. പക്ഷേ പന്നി ഇടിച്ച് ഇവിടെ ചികിത്സയിലുള്ള ആളുകൾക്ക് പോലും ഇപ്പോഴും വനം വകുപ്പിന്റെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അപ്പോൾ ഈ ഉറപ്പൊക്കെ എന്ത് ധൈര്യത്തിൽ എടുക്കും എന്നുള്ളതാണ് നാട്ടുകാർ തിരിച്ച് ചോദിക്കുന്നത്. അവരുടെ ആവശ്യം ഇവിടെ നിന്ന് ഈ ആനയെ എത്രയും വേഗം മാറ്റിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. അത് മയക്കുവെടി വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ആനയെ ഈ ദേശത്ത് നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷേ ആനയെ മയക്കുവെടി വെക്കാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, എന്നാൽ മയക്കുവെടി വെക്കാൻ പ്രായോഗികമല്ല. അതുകൊണ്ട് ഇന്ന് അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്നുള്ളത് DFO വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ആനയെ ഇന്ന് പുറത്തെത്തിക്കും എന്നുള്ളതും പറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർക്ക് ഇപ്പോൾ സമയം കൊടുത്തിരിക്കുകയാണ് ഒരു ധാരണയിലെത്താൻ. അതിനുശേഷം അപ്പോൾ ഇന്ന് രാത്രി തന്നെ ആനയെ പുറത്തെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. കാരണം ഇനിയും ആനയെ വെള്ളത്തിൽ തന്നെ ഇടുകയാണെങ്കിൽ, ഇതേപോലത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ അത് ബാധിക്കും, ആനയുടെ ജീവനെ തന്നെ ബാധിക്കും എന്നുള്ള വിലയിരുത്തലാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വന്ന് നൽകിയിരിക്കുന്നത്. നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. കുറച്ചുപേർ ഇപ്പോൾ കിണറടിക്കുക എന്നുള്ള നടപടിയിലേക്കൊക്കെ ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ എപ്പോഴേക്ക് കടക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളുടെ പുരോഗതി എന്താണ്? ഒപ്പം തന്നെ ഈ നാട്ടുകാരെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടത് ഇതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നാട്ടുകാർ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ അവരെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം കേൾക്കേണ്ടതുണ്ട്. ഈ സമീപത്തെ കാട്ടിലേക്ക് വിടാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അവരുമായുള്ളൊരു സംഭാഷണം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് വിപിൻ? ഈ നാട്ടുകാരുടെ മുന്നിൽ ഈ ഉപാധികളാണ് ഇപ്പോൾ വനംവകുപ്പ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഇനിയൊരു നാട്ടുകാർ ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷാ സ്ഥലത്തുണ്ട്, വനപാലകരുടെ സംഘമുണ്ട്. കാരണം ആനയെ ഇന്ന് ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യം പ്രായോഗികമല്ല എന്നുള്ളത് തീർത്തു പറയുകയാണ് വനംവകുപ്പ്. പക്ഷേ ആനയെ കൊണ്ടുപോകണം എന്നുള്ളത് ഉറച്ച നിലപാടെടുക്കുകയാണ് നാട്ടുകാരും. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയെ പുറത്തെത്തിക്കുമെന്നുള്ള ഉറച്ച കാര്യത്തിലാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ അതിലൊരു ധാരണയിലെത്താം. ഇന്ന് തന്നെ ആനയെ വെള്ളത്തിൽ നിന്ന് കിണറിന് പുറത്തേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു വശം ഇടിച്ചിടിച്ച് അങ്ങനെ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. കാരണം ഏകദേശം ഒരു 25 അടി മാത്രമാണ് ഈ കിണറിന് ആഴമുള്ളൂ. ആനയ്ക്ക് വലിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കാണുമ്പോഴുമില്ല. അതുകൊണ്ട് ആനയ്ക്ക് കയറി വരാം എന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. പക്ഷെ അതൊക്കെ ഈ നാട്ടുകാരെ വിശ്വാസത്തിലെടുത്ത നാട്ടുകാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ധാരണ എത്തിയതിനു ശേഷം മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ്, അവരോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പള്ളിയച്ഛൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുന്നു. ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആന കിണറ്റിലായിട്ട് 16 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത് വനംവകുപ്പും, എന്നാൽ ആനയെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതിൽ നാട്ടുകാരും ഉറച്ചു നിൽക്കുകയാണ്. റിജിത്ത്, പിന്നെ പ്രതികരണങ്ങൾ തേടാൻ കഴിയുന്ന നിലയാണോ ഇപ്പോഴുള്ളത്? അവിടെ ഈ നാട്ടുകാരോടൊക്കെ സംസാരിക്കാൻ കഴിയുന്ന അവരുടെ പുതിയ നിലപാട് എന്താണ്? ഇങ്ങനെ ഉപാധികൾ മുന്നോട്ട് വെച്ചതിന് ശേഷം എന്നതറിയാൻ കഴിയുന്ന സാഹചര്യമാണോ? മറ്റൊന്ന്, ഈ രാത്രി ആവുന്നു, വെളിച്ചം ഇല്ല, അതിനുവേണ്ട കൂടുതൽ സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായും അവിടേക്ക് എത്തിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഇതുവരെയും റീജിത്ത് അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. ഇരുട്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊരു കൃഷിയിടമാണ്, അതായത് റബ്ബറൊക്കെ ഉള്ള ഒരു കൃഷിയിടമാണ്. ഇവിടെ ഇപ്പോഴും ഇരുട്ടുകുത്തി ഒരു അവസ്ഥ തന്നെയാണ്. ഒരു സംവിധാനങ്ങളുമില്ല. അതിനൊക്കെ ഈ ഒരു ധാരണയിൽ എത്തണം. കാരണം റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇവിടെ ഇരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇതിന് ഒരു തരത്തിലും ഇതുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഉറപ്പുകളൊന്നും പാലിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം
വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ വിപിൻ സി വിജയൻ പങ്കുവയ്ക്കും. കാട്ടാനയെ ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിയുമോ, ഇന്ന് തന്നെ കരയ്ക്ക് കയറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശയവിനിമയമാണ് അവിടെ വനംവകുപ്പും നാട്ടുകാരും തമ്മിൽ നടക്കുന്നത്. നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമീപത്തെ കാട്ടിലേക്ക് തന്നെ ആനയെ കയറ്റിവിട്ടാൽ വീണ്ടും ആന ഇറങ്ങും എന്നൊരു പേടി അവർക്കുണ്ട്. നിരന്തരമായി അവർ ഉയർത്തുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പരാതികൾ അത് ആ പ്രദേശത്ത് നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ചില ഉപാധികളോട്, ചില നിർദ്ദേശങ്ങളോട് അവർ അത്ര അതിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആന അവശനിലയിലായിട്ടുണ്ട്. ഏതാണ്ട് 17 മണിക്കൂറിലേക്ക് ആന കിണറ്റിൽ വീണതിന് ശേഷം 17 മണിക്കൂർ പിന്നിടുകയാണ്. ഓരോ മണിക്കൂറിലും ആനയുടെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ കിണറിടിച്ച് ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും വനംവകുപ്പിൻ്റെ ആക്ഷൻ പ്ലാൻ എന്നുള്ള കാര്യം വരുന്ന മണിക്കൂറുകളിൽ നമുക്കൊരു വ്യക്തത വരും. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാർ അവിടെ നടത്തുന്നുണ്ട്. വനംവകുപ്പ് വെച്ച ഉപാധികളിൽ ചില നിർദ്ദേശങ്ങളിൽ എന്താണ് നാട്ടുകാർ പൊതുവായി അവർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളതും ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയേറുകയാണ്. ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം ഇന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ല. മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെ ഇന്നലെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത്. മുറിവേറ്റ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതാണ് ആനയുടെ ജീവൻ രക്ഷിക്കുന്ന ദൗത്യത്തിലേക്ക് നയിച്ചത്. ദൗത്യം ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആന ഉൾക്കാട്ടിൽ തുടരുന്നത് ആശങ്കയാവുകയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ അരുൺ സക്രിയ ഇന്നലെ ദൗത്യം ആരംഭിച്ചത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വനത്തിലേക്ക് വലിഞ്ഞ കാട്ടുകൊമ്പനെ കണ്ടെത്താനായില്ല. കാലടി മുനിത്തടത്ത് ആനയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് രാവിലെ പരിശോധന തുടങ്ങിയത്. എന്നാൽ ആനയെ കണ്ടെത്താനായില്ല. കാലടി പ്ലാന്റേഷനിലെ 1-ാം ബ്ലോക്ക്, 3-ാം ബ്ലോക്ക്, 17-ാം ബ്ലോക്ക്, തടിമുറി, വാടാമുറി, ഫാക്ടറി ഡിവിഷൻ, കശുമാവിൻ തോട്ടം, എലിച്ചാണി, പറയൻപാറ എന്നിവിടങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തി. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഉൾവനത്തിലും സമീപ മേഖലയിലും ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ. ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയുമുണ്ട്. ദൗത്യം നാളെയും തുടരും. ചാലക്കുടിപ്പുഴയിലെ തുരുത്തിൽ നിന്ന് മാറ്റുന്നതിനായി പടക്കം പൊട്ടിച്ചതോടെയാണ് ആന ഇന്നലെ വനത്തിലേക്ക് വലിഞ്ഞത്. വാഴച്ചാൽ ഡിവിഷന് പുറമെ ചാലക്കുടി, മലയാറ്റൂർ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കുകയാണ്. നാളെ കാടിളക്കിയുള്ള ഊർജിത തെരച്ചിലിനാണ് വനം വകുപ്പ് തയ്യാറെടുക്കുന്നത്. പക്ഷേ പിന്നിടുന്ന ഓരോ മണിക്കൂറും ആനയുടെ ജീവന് തന്നെ നിർണായകമാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. തലസ്ഥാനത്ത് വീണ്ടും വെർച്വൽ അറസ്റ്റിന് ശ്രമം. ഇടപ്പഴിഞ്ഞി സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനെയാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. സംശയം തോന്നിയ മകൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തട്ടിപ്പിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ആരാ സാറേ? Sir, CBI officer. CBI officer is there. Sir. Okay, show me yourself. പൈസ പോയിട്ടൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ 1 ലക്ഷം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല. Okay. അതാണ് പ്രശ്നം. Tell me. Who are you? My name is Akash Gulati, I'm CBI officer. What do you want to say? What is the purpose of calling this phone? This is none of your concern. You are not authorized to ask me those questions. What is your concern about? Listen to me. You are interfering in my case. I will show you what I am. You understand? Okay. I will literally suspend you. You understand? And I will also put in fire with second officer who is sitting behind. Okay. You do whatever you can do. Whatever you can do, you do that. Okay. Okay. I will literally suspend you, but not the second officer who is standing behind you. Do you understand? Yeah. You just do whatever you can do. I'm working as a sub-inspector police in Museum Police Station, Trivandrum City. Whatever you do that. Okay. Okay. I will not only suspend because you are interfering in civilian case. Do you understand?
Fine. Whatever things is you know, tell me your ID and all. You are not in the right to ask me those questions. You understand? If you have anything to say, you just directly. Do you? Oh, yeah, I understand you. Whatever you are saying, you just came to this particular place and you just arrest him. Okay. From where you are calling? Which place? I'm from Mumbai. നിനക്ക് മലയാളം അറിയാടാ? I'm from Mumbai, not Malayalam. മുംബൈ കോപ്പ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സാറിന് ബോർഡിംഗ് നന്നായിട്ട് വെക്കാൻ നോക്കും. तुम असली पुलिस सेंट्रल ब्यूरो ऑफ इन्वेस्टिगेशन में काम कर रहा है तो असलियत में वो मुंह दिखा दो. क्या मुझे दिखा? अभी तक जो मुझे दिखाया था वो क्या था? वो लगता ना? അതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. तो अपना ऑफिस दिखा दे पूरा. तुम्हारा पूरा ऑफिस दिखा देना. पूरा ऑफिस दिखा दो आपका. तुम्हारा पूरा ऑफिस दिखा देना. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഒരു തട്ടിപ്പിനുള്ള ശ്രമം അത് പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ അതിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്. പക്ഷേ അതിൽ തന്നെ സന്തോഷമുള്ള ഒരു കാര്യം, ഈ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നുണ്ട്. ഇങ്ങനെ തട്ടിപ്പ് സംഘം എത്തുമ്പോൾ അത് പോലീസിൽ അറിയിക്കാനുള്ള ജാഗ്രതയിലേക്ക് അവർ കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ് പ്രതീഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. വാർത്തകൾ മാത്രമല്ല, കാരണം നമ്മൾ ഇപ്പോൾ ഒരാളെ ഫോൺ വിളിച്ചാൽ ആദ്യം കേൾക്കുന്ന സന്ദേശം ഇത്തരത്തിൽ കെണികളിൽ പോയി വീടരുത് എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോഴും പല ആളുകളും കബളിപ്പിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ ആ ഒരു ശ്രമമാണ് ഇന്ന് തിരുവനന്തപുരത്തും നടന്നിട്ടുള്ളത്. ഇടപ്പഴഞ്ഞി സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനെയാണ് വെർച്വൽ അറസ്റ്റിന് ഉള്ള ശ്രമം നടന്നത്. മ്യൂസിയം പോലീസിന്റെ കൃത്യമായൊരു ഇടപെടലാണ് ഇത്തരത്തിൽ ആ ഒരു വെർച്വൽ അറസ്റ്റിനുള്ള ശ്രമം തടയപ്പെട്ടത്. കാരണം ഈ മുംബൈയിൽ നിന്ന് ഒരാളെ പിടികൂടുകയും അയാളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ, അതായത് തിരുവനന്തപുരം സ്വദേശിയായ ആ വ്യക്തിയുടെ നമ്പർ ലഭിക്കുകയും ചെയ്തു. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്നതാണ് മുംബൈയിൽ പിടികൂടിയ ആൾക്കെതിരായുള്ള കുറ്റമായി പറയുന്നത്. അതിൽ ഈ തിരുവനന്തപുരം സ്വദേശിക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം ഫോണിൽ ബന്ധപ്പെടുന്നത്. തുടർന്ന് ആ ഫോൺ CBI ഉദ്യോഗസ്ഥന് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു. നിലവിൽ വെർച്വൽ അറസ്റ്റിലാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ സംഭാഷണം നീണ്ടുപോയിരുന്നു. ഏകദേശം 3 മണിക്കൂറോളം ഈ റിട്ടയർഡ് അധ്യാപകനെ വെർച്വൽ അറസ്റ്റിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് സംശയം തോന്നുകയും മകനെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മകനാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് അപ്പോൾ തന്നെ മ്യൂസിയം പോലീസ് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മ്യൂസിയം പോലീസ് വീട്ടിലെത്തുമ്പോൾ ഈ വീടിനുള്ളിലെ ഒരു മുറിയിൽ വെർച്വൽ അറസ്റ്റിന് സമാനമായി ഈ റിട്ടയർഡ് അധ്യാപകനെ ഇരുത്തിയിരിക്കുകയാണ്. CBI ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഉദ്യോഗസ്ഥനോട് ഈ റിട്ടയർഡ് അധ്യാപകൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI അവിടെ എത്തുമ്പോൾ ഈ അധ്യാപകനോട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ സാർ ഈ CBI ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട് എന്ന് അറിയുമ്പോൾ പോലും അദ്ദേഹം വിശ്വസിച്ചു എന്നതാണ് ഈ പോലീസുകാരനോട് അറിയിച്ച മറുപടി. ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയെന്നാണ് ഈ അധ്യാപകനോട് പറഞ്ഞത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് താൻ ഉപയോഗിക്കാറില്ല എന്നുകൂടി അധ്യാപകൻ മ്യൂസിയം പോലീസ് പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഈ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI സംസാരിക്കുന്നുണ്ട്. SI സംസാരിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ വീഡിയോ കോളിൽ ഈ CBI ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ വ്യക്തി തട്ടിക്കയറുകയാണ്. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത് എന്നതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SIയോട് ആദ്യം പറഞ്ഞത്. തുടർന്ന് ഈ SI താൻ ആരാണെന്ന് പരിചയപ്പെടുത്തുകയും ഈ തിരുവനന്തപുരത്ത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് പിന്നീട് ഈ മറുവശത്തുണ്ടായിരുന്ന തട്ടിപ്പുകാരന് ഈ കാര്യം മനസ്സിലായത്. തുടർന്ന് ഈ അതുവരെ ഉണ്ടായിരുന്ന വീഡിയോ കോളിന്റെ ആ വീഡിയോ ഓഫ് ചെയ്ത് പിന്നീട് വോയിസ് കോളായി സംസാരിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ ഷൗട്ട് ചെയ്തതോടുകൂടി തന്നെ അവർ പിന്തിരികയായിരുന്നു. അത്തരത്തിലാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടക്കാതെ പോയത്. കാരണം കൃത്യമായൊരു ഇടപെടൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SIയുടെ MG പ്രദേശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SI ഷെഫിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ തട്ടിപ്പ് സംഘത്തോട് സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷെഫിൻ, താങ്കളാണോ ഈ തട്ടിപ്പ് സംഘവുമായി സംസാരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദൃശ്യമുണ്ട്. അതിൽ ഈ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട ആളോട്, CBI ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്ന ആളോട് സംസാരിക്കുന്നത് താങ്കളാണോ ഷെഫിൻ? നമസ്കാരം. അതെ, ഞാൻ തന്നെയാണ്. എന്തായാലും ആ സംഭാഷണത്തിൽ എന്തായിരുന്നു അവർ ഈ തട്ടിപ്പ് സംഘം പറയുന്നത് എന്തായിരുന്നു? തട്ടിപ്പ് സംഘം ഞാൻ ചെന്നതിന് ശേഷം അവര് CBIയുടെ ഉദ്യോഗസ്ഥരുടെ
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ നമ്മൾ അതിനകത്ത് ഇടയിൽ കയറുകയാണെന്നും നമ്മുടെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയെന്നും പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് പ്രതികരണം. ഈ ഒറ്റനോട്ടത്തിൽ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അവരുടെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ യൂണിഫോമിലായിരുന്നെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരുന്നില്ല അവരുടെ വേഷവിധാനങ്ങളും. അതുപോലെ തന്നെ ബാക്ക് എൻഡിൽ കാണുമ്പോൾ നമുക്ക് ഫ്ലക്സ് ബോർഡിൽ CBIയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഫ്ലക്സും അതിനൊരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടാണ് അത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം. ഷെഫിൻ, എന്തായാലും താങ്കളൊരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. താങ്കൾ അവിടെ ഈ ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള അവരുടെ പതിവ് രീതി അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ഇവർ തട്ടിപ്പ് സംഘമാണ് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഇടപെടുകയും ഒക്കെ ചെയ്തു. താങ്കളുടെ ആ സംഭാഷണം അതുകൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ദുഷ്കരമാണ് എന്നറിയാം. ഇനി എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത് ഷെഫിൻ? തുടർ നടപടി എന്നുള്ള രീതിയിൽ ഇതിന്റെ സോഴ്സ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടോ സ്ഥിരമായിട്ടൊരു ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു വെർച്വൽ അറസ്റ്റ് എന്നുള്ള രീതിയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ അത് അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടെലികോം അതോറിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ സ്ഥിരമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വെർച്വൽ അറസ്റ്റിനെ പറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മെസ്സേജായിട്ട് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് അതിലേക്കൊരു ആധികാരികമായിട്ട് അത് തിരിച്ചറിയുന്നതിനുള്ള കപ്പാസിറ്റി, പ്രത്യേകിച്ച് ഈ വയസ്സായ ആൾക്കാർ, അതായത് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഒഫൻസ് ഒബ്സർവ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതെ ഷെഫിൻ, ഇങ്ങനെ ഈ കേസുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള പരാതികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം, ഇതൊക്കെ കഴിഞ്ഞ ഒരു 1-2 മാസമായി ആ പരാതികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ആക്ഷൻസ് വളരെ കൂടുതലായിരുന്നു. അതിന് പിന്നാലെ 24 തന്നെ അതൊരു വാർത്താ പരമ്പരയായി, ഒരു പ്രേക്ഷകർക്ക് ജനങ്ങൾക്കൊരു ജാഗ്രത എന്നുള്ള നിലയിൽ ഒരു വാർത്താ പരമ്പരയായി തന്നെ ഞങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. പൊതുജനങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു നേരിട്ടൊരു അനുഭവം കൂടിയുള്ള ആളെന്നുള്ള നിലയിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത് എന്താണ് ഷെഫിൻ? എത്രത്തോളം നിങ്ങൾ ഈ ഫസ്റ്റ് കാര്യം പറയാനുള്ളത് വെച്ചാൽ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സിസ്റ്റം അല്ല. ഒരു കാരണവശാലും ഒരു ഏജൻസീസും വെർച്വലി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാദ്യം എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക. രണ്ടാമത് ഒരു കാരണവശാലും ഇനി എത്രത്തോളം ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൺലൈനായിട്ട് വിളിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ OTP പോലുള്ള ഒരു കാര്യങ്ങൾ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയോ നിങ്ങളോട് ആവശ്യപ്പെടില്ല. അപ്പൊ അത് ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾ അതിന് പെട്ടെന്ന് പേടിച്ച്, ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ നിങ്ങളിത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രതികളെ സഹായിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് 18 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരാളോട് പോലും ഇത് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് സാർ ക്ഷമിക്കണമെന്നുള്ള രീതിയിൽ ആ ഒരു ലെവലിലേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അടുത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ അതിലേക്ക് വക്കിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് പറയാനുള്ളത്. ശരി ഷെഫിൻ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. താങ്കളൊരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇവരിങ്ങനെ ഇതൊരു തട്ടിപ്പ് സംഘമാണ് എന്ന് മനസ്സിലാക്കി പോലീസിൽ അറിയിക്കാൻ ആ വീട്ടുകാർ കാണിച്ച ജാഗ്രത, അതിനുശേഷം വളരെ പെട്ടെന്ന് ആക്ട് ചെയ്ത പോലീസിൻ്റെ ഇപ്പോൾ ആ തട്ടിപ്പ് പൊളിച്ച SI ആണ് നമ്മളോടൊപ്പം തത്സമയം പ്രതികരിച്ചത്. ജനങ്ങൾക്കുള്ള ജാഗ്രത എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ പോയി വീഴരുത് എന്നുള്ള കാര്യം കൂടി നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. MG പ്രതീഷാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. തലസ്ഥാനത്താണ് വീണ്ടും ഒരു വെർച്വൽ അറസ്റ്റിനുള്ള ശ്രമം നടന്നത്. ഇടപ്പഴിഞ്ഞ് സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനെ കബളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അത് പോലീസ് നല്ല വൃത്തിയായി പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ്. കൈക്കൂലി കേസിൽ പോലീസുകാരൻ പിടിയിൽ. മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് വിജിലൻസിന്റെ പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? അല്പസമയം മുമ്പാണ് വിജിലൻസ് ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിയത്. ഇയാൾ ഈ ആലുവ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച ഈ ബിൽഡിംഗ് മെറ്റീരിയൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറുടെ പക്കൽ നിന്ന് കൈക്കൂലി മേടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ലോഡ് മുളവാട് സ്റ്റേഷന് വാതിക്കൽ കൂടി കടന്നു പോകണമെങ്കിൽ പണം നൽകണം, അതല്ലെങ്കിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പണം വാങ്ങിയത്. ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങി ഇന്ന് പണം നൽകാം എന്ന് പറഞ്ഞ് കാക്കനാടേക്ക് വിളിച്ചു വരുത്തി
പണം നൽകുകയായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് വിജിലൻസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്നാണ് ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ഇയാളുടെ പക്കൽ നിന്ന് 5000 രൂപ പിടിച്ചെടുത്തത്. CPOമാരായ ധനേഷ് അടക്കമുള്ള ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൃത്യമായ ഇൻഫർമേഷനാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാർ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുകയും പിടികൂടുകയും ചെയ്ത സാഹചര്യം വ്യാപകമായി വർദ്ധിച്ചു വരികയാണ്. ഇതിപ്പോൾ 5000 രൂപ ഒരു കരാറുകാരിൽ നിന്നാണ് CPO കൈക്കൂലിയായി വാങ്ങിച്ചത്. കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വിജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അറിയിക്കുന്നു. അതിൽ തന്നെ മലപ്പുറത്ത് മണിക്കൂറുകളായി കിണറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കാട്ടാനയെ കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നുള്ള ആവശ്യം ഒരുപാട് പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി വനംവകുപ്പ് സ്വീകരിക്കുന്നത്, അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് വിപിൻ സി വിജയൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. അവിടെ ജനങ്ങൾ പ്രതിഷേധം തുടരുന്നുണ്ട്. എങ്ങനെയാണ് ആനയെ കരയ്ക്ക് കയറ്റേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. പുതിയ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് ഉറപ്പായും അത് വളരെ വേഗം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. കോട്ടയം നഗരസഭയിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ബിബിൻ ചെറിയാൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെയുള്ള ആരോപണങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദവുമാണ്. മറ്റൊന്ന്, ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നും വിവിധയിടങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റുന്നു എന്നാരോപിച്ച് കോട്ടയം കളക്ടറേറ്റിൽ NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധം തുടരുന്നു. റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ ഇങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നറിയാം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോബി, വിശദാംശങ്ങൾ എന്താണ് ടോബി? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. NGO യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ADMനെയാണ് ഉപരോധിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ഈ ഉപരോധം ആരംഭിച്ചതാണ്. പ്രധാനമായിട്ടും ഇവർ പറയുന്ന ഒരു ആവശ്യം, 2 പേർക്ക്, റവന്യൂ വകുപ്പിൽ 2 പേർക്ക് സ്ഥലം മാറ്റം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നാണ്. അതായത് HRSA എന്ന് പറയുന്ന ഇവരുടെ സംവിധാനമുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് സാധാരണ പ്രൊമോഷനൊക്കെ നൽകുന്നത്, സ്ഥലം മാറ്റമൊക്കെ നൽകുന്നത് അത് മുഖേനയാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ചില നീക്കങ്ങൾ നടത്തി സ്ഥലമാറ്റങ്ങൾ ചില ആളുകൾക്ക് നൽകി എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് NGO യൂണിയൻ പോയി. ഈ NGO യൂണിയനോ അംഗമായിട്ടുള്ള ചില ആളുകൾക്കൊക്കെ കിട്ടേണ്ട ചില സ്ഥലമാറ്റങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ജോയിന്റ് കൗൺസിലിനെതിരെ അതിരൂക്ഷമായിട്ടുള്ളൊരു വിമർശനം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ജോയിന്റ് കൗൺസിലിൻ്റെ ഇടപെടൽ മൂലമാണ് ഈ സ്ഥലമാറ്റങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ജോയിന്റ് കൗൺസിലിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ജോയിന്റ് കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായിട്ടുള്ള ജീവനക്കാർ ഇറങ്ങുമ്പോൾ, കളക്ടറേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ തടയാനുള്ള ഒരു ശ്രമം നടന്നു. അത് നേരിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം എത്തിയിരുന്നു. എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മദ്യനിർമ്മാണശാല അനുമതി വിവാദം, അത് പ്രേക്ഷകർക്കറിയാം. അതിൽ നിന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരണം നൽകി. അഴിമതി ആരോപണം നിഷേധിക്കുന്നു മുഖ്യമന്ത്രി. വ്യവസായങ്ങൾക്ക് മത്സരാധിഷ്ഠിത ടെൻഡർ സാധ്യമല്ല എന്നും ഇനിയും നിക്ഷേപം വന്നാൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് മുഖ്യമന്ത്രി നിഷേധിച്ചു. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിന്റെ രേഖകൾ പരിശോധിച്ചാൽ ആരുടെ ജനിതക രേഖയാണ് തെളിയുന്നതെന്ന് വ്യക്തമാകുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെയും മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചും PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ പറ്റിയും മുഖ്യമന്ത്രി എന്തു പറയുമെന്നതായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ആകാംക്ഷ. നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ വിവാദ വിഷയങ്ങൾ ഉയർന്ന ആക്ഷേപങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി നൽകി. മദ്യനിർമ്മാണശാലയ്ക്ക് മന്ത്രിസഭ നൽകിയ അനുമതിയിൽ സംശയിക്കത്തക്കതായി യാതൊന്നുമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ. വ്യവസായ നിക്ഷേപം എന്ന നിലയിലാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. 600 കോടി രൂപ മുതൽമുടക്കുള്ള പദ്ധതി പൂർത്തിയാകുമ്പോൾ 650 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. വ്യവസായ നിക്ഷേപത്തിൽ മത്സരാധിഷ്ഠിത ടെൻഡർ സാധ്യമല്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. 600 കോടി രൂപയുടെ വികസന പദ്ധതി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകും. സ്ഥാപനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വ്യാപാര ഇടപാടുകളും വലിയ നേട്ടമാകും. 600 കോടി നിക്ഷേപമാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്.
പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ 650 പേർക്ക് നേരിട്ടും 2000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കാനാവും. പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയില്ലെന്ന വിമർശനത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല. പദ്ധതി മൂലം ജലക്ഷാമം ഉണ്ടാകുമെന്ന വിമർശനവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ജലദൂഷണമോ മാലിന്യം പുറന്തള്ളലോ ഉണ്ടാകില്ല. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. നാടിനാവശ്യമായ വ്യവസായമാണെന്നും എല്ലാവരും ഒപ്പം നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി മറുപടി അവസാനിപ്പിച്ചത്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടിൽ അഴിമതി ആരോപിച്ച് കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞ് 2 മണിക്കൂറിനിടയിലാണ് സാൻ ഫാർമയിൽ നിന്ന് 1550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങിയത്. അഴിമതി ആരോപണം തള്ളിയ മുഖ്യമന്ത്രി കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കണ്ടാണ് ഒഴിവാക്കിയതെന്ന് ന്യായീകരിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ രേഖകളും പ്രതിപക്ഷം പുറത്തുവിട്ടു. എന്നാൽ എല്ലാം സുതാര്യമായിരുന്നു എന്നും CAG റിപ്പോർട്ട് അന്തിമമല്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. CAG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ കോവിഡ് കാല PPE കിറ്റ് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് കൂടുതൽ രേഖകൾ പുറത്തുവിട്ടു. 2 ദിവസമല്ല 2 മണിക്കൂറിനിടെയാണ് ഒരു PPE കിറ്റിന് 1000 രൂപ കൂടുതൽ നൽകി വാങ്ങാൻ KMSCL തീരുമാനിച്ചതെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ടത്. അനിത ടെക്സ്പോർട്ട് എന്ന കമ്പനി ഒരു PPE കിറ്റിന് 550 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് അറിയിക്കുന്നത് 2020 മാർച്ച് 28 വൈകിട്ട് 5:55. ഇവർ 25,000 കിറ്റ് വാഗ്ദാനവും ചെയ്തു. എന്നാൽ ഇവരുമായി വിലപേശിയിട്ടും 550 രൂപയിൽ കുറയ്ക്കാത്തതിനാൽ 15,000 ഓർഡർ കുറച്ച് 10,000 PPE കിറ്റിന് മാത്രം KMSCL ഓർഡർ നൽകുന്നു. രണ്ട് മണിക്കൂർ ആകുന്നതിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 28 വൈകിട്ട് 7:48 സാൻ ഫാർമ എന്ന കമ്പനി ഒരു PPE കിറ്റിന് 1550 രൂപ നിരക്കിൽ വിതരണം ചെയ്യാമെന്ന് അറിയിക്കുന്നു. 3 ഇരട്ടി കൂടുതൽ വിലയാണെങ്കിലും പ്രശ്നമാക്കിയില്ല. അവരിൽ നിന്ന് 50,000 PPE കിറ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ഓർഡർ നൽകുന്നു. അതായത് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ അനിത ടെക്സ്പോർട്ടിനേക്കാൾ സർക്കാർ വാങ്ങാൻ താല്പര്യം കാണിച്ചത് 1550 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന്. അഴിമതിയാണ് നടന്നതെന്ന് രേഖകൾ പുറത്തുവിട്ട ശേഷം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരായി നിങ്ങൾ മാറിയോ? എന്തൊരു അഴിമതിയാണ്, എന്തൊരു കെടുകാര്യസ്ഥതയാണ്. സാമ്പത്തികമായി നിങ്ങളെ തകർത്തി തരിപ്പണമാക്കി. വിശദീകരണവുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത അനിത ടെക്സ്പോർട്ട് എന്ന കമ്പനിക്ക് 5000 PPE കിറ്റ് മാത്രമേ വിതരണം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. 25,000 നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതിന് കഴിവില്ല എന്ന് കണ്ടാണ് കമ്പനിയെ ഒഴിവാക്കിയതെന്നും മുഖ്യമന്ത്രി. ഓർഡർ ലഭിച്ച കമ്പനിക്ക് PPE കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത്. അവർക്ക് കൊടുത്തതുപോലെ 50% തുക അഡ്വാൻസ് നൽകി മറ്റൊരു കമ്പനിക്ക് 50,000 PPE കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻറ്റന്റ് KMSCL നൽകി. PPE കിറ്റ് ഇടപാടുകളെക്കുറിച്ച് മൗനം പാലിച്ച ആരോഗ്യമന്ത്രി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് ന്യായീകരിച്ചു. ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. CAG റിപ്പോർട്ടിലെ കണ്ടെത്തലിലോ പ്രതിപക്ഷം പുറത്തുവിട്ട വിവരങ്ങളിലോ കൃത്യമായ മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. 10 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നു എന്നാണ് CAG കണ്ടെത്തൽ. അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കണ്ടേ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ 16 മണിക്കൂറിലേറെയായി കിണറ്റിൽ കുടുങ്ങിയ ആനയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ നാട്ടുകാർ പ്രതിഷേധം തുടരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ഏത് തരത്തിലുള്ള ആക്ഷൻ പ്ലാനാണ് വേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചന വനവകുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ
ആനയെ കാട്ടിലേക്ക് അയക്കും. നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്നറിയാം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, എന്താണ് പുതിയ വിവരങ്ങൾ? വിപിൻ, ശ്രീജിത്ത്, വനം വകുപ്പും നാട്ടുകാരും തമ്മിൽ ചർച്ചയിൽ ഇപ്പോൾ കാട്ടിലേക്ക് തന്നെ വിടും. അതാണ് ഇപ്പോൾ തീരുമാനം. അല്പസമയത്തിനകം തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ആന ഈ ഒരു കൃഷിയിടത്തിലെ കിണറ്റിൽ വീണിരുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. അതായത് ആനയെ ഇവിടുത്തെ കാട്ടിലേക്ക് ഇന്ന് പറഞ്ഞുവിടും. അതിനുശേഷം 2 കുങ്കിയാനകളുമായി നാളെ നിരീക്ഷണം ഉണ്ടാകും. ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അതിനായി 50ഓളം വനപാലകരെ കടങ്ങുന്ന RRT ടീം ഇവിടെ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ തീരുമാനം. മറ്റൊന്നുള്ളത് 1.5 കിലോമീറ്റർ ഫെൻസിംഗ് നടത്തണമെന്നുള്ളതായിരുന്നു. ആ ആവശ്യവും അംഗീകരിച്ചു. ഈ 1.5 കിലോമീറ്റർ ഫെൻസിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാളെ തന്നെ അതിന്റെ എസ്റ്റിമേറ്റ് കൈമാറുമെന്നുള്ളതും വനം വകുപ്പ് ഉറപ്പ് നൽകി. മറ്റൊന്നുള്ളത് ഈ കിണറിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു. കിണറിന്റെ ഉടമയ്ക്ക് 1.5 ലക്ഷം രൂപ നൽകാനും തീരുമാനിച്ചു. ശരി വിപിൻ, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം വിപിനിലേക്ക് എത്താം. മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ സമീപത്തെ കാട്ടിലേക്ക് അയക്കാനുള്ള തീരുമാനം എത്തിയിരിക്കുകയാണ്. നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചൊരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തിയതാണ്. ഈ സമീപത്തെ കാട്ടിലേക്ക് തന്നെ ആനയെ വീണ്ടും വിടുന്നതിൽ അവർ പ്രതിഷേധത്തിലായിരുന്നു. ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് 1.5 കിലോമീറ്റർ ഫെൻസിംഗ് വേണം എന്നുള്ള ആവശ്യം, അതിനും അനുകൂല സമീപനം വനവകുപ്പ് സ്വീകരിക്കുന്നു. നാളെ അത് സംബന്ധിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ഇങ്ങനെ ഈ കിണറിടിച്ചാണ് ആനയെ കരയ്ക്ക് കയറ്റേണ്ടത്. ആ കിണറിൻ്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്നേഹത്തിൽ സ്പർശ